എല്ലാവർക്കും നമസ്കാരം. ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ സ്കൂട്ടർ ഇനിയും വാങ്ങാത്തവരുണ്ടെങ്കിൽ പെട്ടെന്ന് വാങ്ങാനായിട്ട് ശ്രമിക്കുക. വാങ്ങാനായിട്ട് നമുക്ക് പ്ലാൻ ഉണ്ടെങ്കിൽ ഇപ്പോൾ വാങ്ങുന്നത് വളരെ നല്ലതായിരിക്കും. ഈ സ്കൂട്ടർ, അതായത് ഇലക്ട്രോണിക് സ്കൂട്ടറിൻ്റെ മേന്മ എന്ന് വെച്ചാൽ അത് നമുക്ക് ചെറിയ മൈലേജ്, അതായത് 40 കിലോമീറ്റർ താഴെ മൈലേജുള്ള രജിസ്ട്രേഷൻ വേണ്ട, ഹെൽമെറ്റ് വേണ്ട, അങ്ങനെ പല കാര്യങ്ങളും ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഹെൽമെറ്റ് വേണ്ട എന്ന് നിയമത്തിൽ പറയുമെങ്കിലും ഹെൽമെറ്റ് വയ്ക്കുന്നത് നമ്മുടെ, അതായത് ഓടിക്കുന്ന ആളുടെ സുരക്ഷിതത്തിന്, അല്ലാണ്ട് ഗവൺമെൻറ്റിന് നമ്മൾ ഹെൽമെറ്റ് വെച്ചോ ഇല്ലയോ എന്നുള്ളത് ഒരു പ്രശ്നമല്ല. അത് 2024 മുമ്പ് ഇത് സ്കൂട്ടർ വാങ്ങാൻ പ്ലാൻ ഉള്ളവരുണ്ടെങ്കിൽ മേടിക്കുന്നത് വളരെ നല്ല. കാരണം വൈദ്യുത സ്കൂട്ടർ വാങ്ങാൻ പദ്ധതി വേഗം വാങ്ങിക്കോളൂ. കാരണം വൈദ്യുത ഇരുചക്ര വാഹനങ്ങൾ സബ്സിഡി സർക്കാർ തുടരാൻ സാധ്യതയില്ലെന്ന് വരും ചില ന്യൂസുകളിൽ നിന്ന് വരുന്ന സൂചന അങ്ങനെയാണ്. അതായത് സർക്കാർ ഫെയിം തേർഡ്, അതായത് ഫാസ്റ്റർ അഡോപ്ഷൻ ആൻഡ് മാനുഫാക്ചർ ഓഫ് ഇലക്ട്രിക് വെഹിക്കിൾ, അതായത് ഫെയിം തേർഡ് സ്കീം വീണ്ടും പുറത്തിറക്കിയേക്കില്ല എന്നാണ് പറയപ്പെടുന്നത്. ആ പദ്ധതി തുടരുന്നതിനെ കുറിച്ച് കേന്ദ്ര ഗവൺമെൻറ്റിന് ധനമന്ത്രാലയം അടുത്തിടെ ആശങ്ക പ്രകടിപ്പിച്ചു. മറ്റു വകുപ്പുകളും ഇതിനോട് ഈ അഭിപ്രായത്തോട് യോജിച്ചതായി ടൈംസ് ഓഫ് ഇന്ത്യയുടെ ഒരു റിപ്പോർട്ടാണ് ഇത് പറയാനായിട്ട് കാരണം. ജനങ്ങൾക്കിടയിലേക്ക് വൈദ്യുത വാഹനം വേഗത്തിൽ എത്തിക്കുന്നതിനാണ് കേന്ദ്ര സർക്കാർ സബ്സിഡി അനുവദിച്ചത്. സബ്സിഡി ലഭിച്ചതോടുകൂടി കൂടുതൽ ആളുകൾ, അതായത് വൈദ്യുതി വാഹനങ്ങൾ വാങ്ങാൻ തുടങ്ങി. അത് ഹെൽമെറ്റ് വേണ്ട, ഇതുപോലെ രജിസ്ട്രേഷൻ വേണ്ട, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ കുറേ പേര് അതിൽ വാങ്ങാനായിട്ട് തുടങ്ങി. പിന്നെ പെട്രോളിൻ്റെ അമിതമായ വില വർധന, അതൊക്കെ കാരണം. എന്നാൽ പിന്നീട് ഈ സബ്സിഡി സർക്കാർ വെട്ടിക്കുറച്ച്. അപ്പോൾ ആ വാഹന വിൽപ്പന, ഇരുചക്ര വാഹനങ്ങൾ കുറച്ച് നാൾ ഇടിവുണ്ടായി. ഇപ്പോൾ സ്വാഭാവികമായിട്ട് കുറച്ച് 5-6 മാസമായിട്ട് അതിൻ്റെ വില സ്ഥിരമായിട്ട് നിൽക്കുന്നു, അതായത് വിൽപ്പന സ്ഥിരമായിട്ട് നിൽക്കുന്നു. ഈ സാഹചര്യത്തിലാണ് ക്ലീൻ ഫ്യൂവൽ വാഹനങ്ങളിലേക്കുള്ള ജനങ്ങളുടെ മാറ്റത്തെ സ്വാഭാവിക സംഭവമാക്കി കണക്കാക്കി വൈദ്യുതി ഇരുചക്ര വാഹനങ്ങളുടെ സബ്സിഡി സർക്കാർ നിർത്തലാക്കാൻ, സബ്സിഡി ഇല്ലാതാക്കാൻ സർക്കാർ ആലോചിക്കുന്നത്. അടുത്ത 5 വർഷത്തേക്ക് മൊത്തം 10,000 കോടി രൂപയുടെ ബജറ്റ് പിന്തുണയുടെ 2019 ഈ സബ്സിഡി വന്നത്. അതായത് അപ്പോൾ ഗവൺമെൻറ് ടാർഗറ്റ് എന്ന് വെച്ചാൽ 5 വർഷത്തേക്ക് 10,000 കോടി രൂപ സബ്സിഡി കൊടുത്തിട്ടാണ് ആ 2019 ബഡ്ജറ്റിൽ ഏപ്രിൽ 1 ഇത് വന്നത്. അപ്പോൾ അത് 2024 മാർച്ച് 31 അത് അവസാനിക്കും. അപ്പോൾ നമുക്ക് താല്പര്യമുള്ളവർ ഇപ്പോൾ നോക്കുന്നത് വളരെയധികം നല്ലതാണ്. അപ്പോൾ ഇപ്പോൾ കിട്ടിയ ന്യൂസ് നിങ്ങളുമായി ഷെയർ ചെയ്തു എന്ന് മാത്രം.